ഇട്ടാവട്ടത്തിലുള്ള ഗസയിലെ ആളുകളെ രക്ഷപ്പെടുത്താൻ കോടി മുസ്ലിങ്ങൾക്കും അവരുടെ കയ്യിലുള്ള ലോകത്ത് ആരെക്കാളും സമ്പത്തുള്ള ജനങ്ങളാണ് മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങൾക്കും ആ ഇട്ടാവട്ടത്തിലുള്ള ഗസയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത കൂട്ട് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇനി അതേ കൂട്ടും കൊണ്ടാണ് ഒരാൾ ഇവിടെ വരുന്നുണ്ട്. ആര്? ഇമാം മഹ്ദി. അപ്പോൾ ജയിക്കും ചെയ്യും. കാരണം അത് റസൂലുള്ളാഹിന്റെ കൂട്ടാണ്. മനസ്സിലായില്ല? അതിൻ്റെ മുമ്പ് പറഞ്ഞൊന്നുമില്ല. അതിൻ്റെ മുമ്പ് നമുക്ക് രാഷ്ട്രീയം ഉണ്ടാക്കാം. എല്ലാവരും കൂടി വിളിച്ചുകൂട്ടി സിന്ദാബാദ് സിന്ദാബാദ് പലസ്തീൻ യാദാ സിന്ദാബാദ്. അതിനനുസരിച്ച് വോട്ട് അങ്ങനെ കൂടും. അല്ലാതെ നാട്ടിൽ വന്ന നേതാക്കന്മാരവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെ മരണം വരെ നിങ്ങളെ മൂട്ടുന്ന എന്തൊക്കെയാണോ വരുന്നത് അതൊക്കെ ഞങ്ങൾ ഏറ്റിക്കോളാം, നിങ്ങൾ കാഷ്ടിക്കണതൊക്കെ ഞങ്ങൾ തിന്നോളാം. അത് കരാർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ആൺകുട്ടീന് വരണം. ആ ആൺകുട്ടി എങ്ങനെയാ വരിക? ബിൽ ഹദീ. അള്ളാഹിൻ്റെ ഹബീബിന് അള്ളാഹു കൊടുത്ത അതേ ഹദിയും കൊണ്ടാണ് ആ ആൺകുട്ടി വരിക. ആര്? ഇമാമുൽ മഹ്ദി. അപ്പൊ എല്ലാം നേരെയാവും ചെയ്യും. അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു സ്വലാത്തൻ തുറഖീനാ ഇലാ മാ തഖസ്സസ വറമി വശൗഖി ലിന്നബി الذي محل نصيحته والحب في ذاته فرل حبيبي حبيب الله طه محمد وذاك دواء القلب إن ضاق أو مرض محبته قوت القلوب وراحة من الهم والأحزان والحب محترم ألا يا رسول الله وجهت وجهتي إليك فكن للدهر إن عارض عرل فلا عدة في النائبات سواكم لذا العبد والمطلوب ذاتك والغرل فما لي إلا أحمد وصحابه وذاك كنز لا يزال ويفترض أبو بكر العالي الإمام وسيدي أبو حفص الفاروق للدين قد نهض وعثمان ذو النورين والليث سيدي أبو حسن من حبه الدهر يفترض عليه صلاة الله ثم سلامه بها اعتلي فوق الحجيج ومن عرل عليه صلاة الله ثم سلامه بهدى نسيما أحمد قد رحل عليه مع الآل الكرام وصحبه ومن أمسكوا دين النبي ومن قبل മുഹമ്മദ് മുസ്തഫ മാഹിൽ കുഫരി കുഫറിനെ എല്ലാം അടിച്ചു നുടച്ച് നീക്കം ചെയ്ത വ്യക്തിയാണ്. ബിൽ ഹദി അള്ളാഹു പുണ്യ നബിക്ക് തന്ന ഇസ്ലാം എന്ന മഹാസത്യത്തെയും കൊണ്ട് മുഖ്ലിസൻ ആത്മാർത്ഥമായ നിലയിൽ മുഹമ്മദ്, അതായത് കുഫറിന് തോൽക്കാനുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കി കൊടുത്തു. കുഫറിനെ തോൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി ഉമ്മത്തിനെ ഏൽപ്പിച്ചു ദീനിന് ജയിക്കാൻ. പിന്നെ നേരെ അട്ടിമറിഞ്ഞത് എന്തുകൊണ്ട്? അതെന്തുകൊണ്ടെന്നാൽ ഉദാഹരണം പറയാം, മരുന്ന് കൂട്ടിൻ്റെ സാധനങ്ങൾ ഇന്നാലിന്നതാണ്, അത് കൂട്ടി ഇന്നാലിന്നതായാൽ ഏത് ക്യാൻസറും മാറും എന്ന് എഴുതി വെച്ച് മരിക്കാൻ മാത്രമേ വൈദ്യർക്ക് കഴിയുള്ളൂ. അല്ലാതെ ലോകാവസാനം വരെയുള്ള മരുന്ന് ഉണ്ടാക്കി കൊടുക്കൽ അത് വൈദ്യർ ഉത്തരവാദിത്തമല്ല. വൈദ്യർ എന്തേ ചെയ്യേണ്ടുള്ളൂ? മരുന്നിൻ്റെ കൂട്ട് എഴുതിച്ചു കൊടുത്തു. ഇനി അതാത് കാലഘട്ടത്തിലെ വൈദ്യന്മാർ എന്ത് ചെയ്യണം? അത് കൂട്ടി അത് ക്യാൻസർ മരുന്നാവും. ആ കൂട്ടുന്നതിൽ അവർ കള്ളത്തരം കാട്ടിയാലോ ഈ ക്യാൻസർ ഒന്നും മാറൂല്ല. അപ്പോൾ ലോകാവസാനം വരെയുള്ള ക്യാൻസർ എന്ന രോഗത്തിൻ്റെ എല്ലാവിധ സംഗതിയും ഈ വൈദ്യരുണ്ടാക്കി വെച്ച് കൊടുത്തു പറഞ്ഞാൽ ലോകാവസാനം വരെയുള്ള മരുന്നുണ്ടാക്കി കൊടുത്തു എന്നല്ല. അങ്ങനെയാണെങ്കിൽ മരുന്ന് എക്സ്പയർ ആവുമോ? എല്ലാ ഖിയാമത്ത് വരെയുള്ള മരുന്ന് ഒരു ഡോക്ടർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു വൈദ്യരുണ്ടാക്കുകയാണെങ്കിൽ ഒരു മരുന്നുണ്ടാക്കിയാൽ അത് 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം. പക്ഷേ വൈദ്യർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ മരുന്നിൻ്റെ കൂട്ട് എഴുതി വെച്ച് തൻ്റെ വിദ്യാർത്ഥികൾക്കും പിൻഗാമികൾക്കും സമർപ്പിച്ച് പോകാനേ ആർക്ക് കഴിയുള്ളൂ? വൈദ്യർക്ക്. എന്നതുപോലെ കുഫർ എങ്ങനെയൊക്കെ പരാജയപ്പെടും, ദീൻ എങ്ങനെയൊക്കെ വിജയിക്കും, അതിൻ്റെ കൃത്യമായ സിലബസ് ഇവിടെ ഹബീബ നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അതാത് കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അത് പഠിപ്പിച്ചാൽ ഈ കുഫർ ഇവിടെ ജയിക്കാനേ പോണില്ല. അതേ റസൂല ചെയ്യേണ്ടതുള്ളൂ. വേറെല്ലാവർക്കും പണി വേണമല്ലോ.
എന്താ വേറുള്ളൊരു പണി? വേറെ റസൂലുള്ള എഴുതി വെച്ച കൂട്ട് ക്ലിയർ ആക്കുക അല്ലെ? അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുക. എന്തും അങ്ങനെയല്ലേ, എന്തും അങ്ങനെയാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ നിപുണനായൊരു കുക്കാണ്. ലോകാവസാനം വരെ തിന്നാളെ ബിരിയാണി, ഉച്ചക്ക് തിന്നാളെ ബിരിയാണി ഉണ്ടാക്കാൻ അവന് കഴിയും? പറയുടെ ചങ്ങായി കഴിയും? ഇല്ല. ഓന് ഇന്ന് ബുധനാഴ്ച ഉച്ചക്ക് ഉള്ള ചോറ് ഉണ്ടാക്കാൻ കഴിയും. അത് വൈകുന്നേരമായാൽ പുളിക്കുകയും ചെയ്യും. അത്രേ കഴിയുള്ളൂ. പക്ഷെ ഓൻ എന്ത് കഴിയും? അതിൻ്റെ കൂട്ട് എഴുതി വെച്ചു കൊടുത്തു. ഓൻ്റെ പിൻഗാമികൾ ആ കൂട്ട് നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും അത് പിൻഗാമികൾക്ക് അങ്ങനെ പകർന്നു കൊടുത്താൽ ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് ഉച്ചക്ക് നല്ല ബിരിയാണി എന്നാണ്. അപ്പം അടിസ്ഥാനം ചെയ്തു കൊടുത്തത് ഓൻ തന്നെയാണ്. പക്ഷെ പണിയെടുക്കേണ്ട ആളോനല്ല. മുഹമ്മദ് മാഹിൽ കുഫറിനെ നീക്കം ചെയ്ത ആളാണെന്ന് പറഞ്ഞാൽ നബി ലോകാവസാനം വരെയുള്ള കുഫറിനെ നീക്കം ചെയ്ത പിന്നെ നമുക്ക് എന്താ പണി? നബി കൂട്ടെഴുതി കൊടുക്കണ്ടേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെയായാൽ കുഫറിന് പിന്നെ ജയിക്കാൻ കഴിയൂല. അത് നമ്മൾ മറന്നപ്പോൾ ആര് ജയിച്ചു? സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്ത് കുഫർ ജയിച്ചില്ല. കാരണം നബിയുടെ കൂട്ടാണ് ആരുപയോഗിച്ച്? അതന്നെ ആ കൂട്ട് തന്നെ ഉമർ ബിൻ ഖത്താബ് ഉപയോഗിച്ച്, ആ കൂട്ട് തന്നെ അലി ബിൻ അബി താലിബ് ഉപയോഗിച്ച്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, മുആവിയത്ത് ബിൻ അബി സുഫിയാനൊക്കെ അതേ കൂട്ട് ഉപയോഗിച്ചു. അവരെ കാലത്ത് കുഫർ തോറ്റുപോയി. പിൽക്കാലഘട്ടക്കാർ ആ കൂട്ട് ഒഴിവാക്കിയിട്ട് ഓർക്ക് തോന്നിയ മാതിരി കൂട്ടുകൂട്ടിയാൽ തോറ്റല്ലോ. പിന്നെ അത് ബിരിയാണി ആവില്ല. ഞാൻ നെയ്ച്ചോർമെന്ന് വിട്ടുകയും ചെയ്ത് ബിരിയാണി വിട്ടായതുമില്ല. തൊള്ളിക്കൂടി തിന്നാൻ പറ്റൂല. ചിലത് കറുകപ്പെട്ട ചുവക്കും, ചിലത് ഏലക്കായ് ചുവക്കും. എന്താ ചോയാന്ന് തന്നെ അറിയാത്ത കോലം അങ്ങനെ ഉണ്ടാവും. ചോയെന്ന് അറിയില്ല, അങ്ങനെ ഉണ്ടാവും. അതേസമയത്ത് ഓൻ വെച്ച കൂട്ടാണെങ്കിലോ ലോകാവസാനമുള്ളവർക്ക് വരെയുള്ളവർക്ക് അക്കൂട്ട് നോക്കിയാൽ മതി. അങ്ങനെയായ ലോകാവസാനം വരെയുള്ളവർക്ക് ബിരിയാണി. അവർക്ക് ബിരിയാണിൻ്റെ അടിത്തറട്ടത് ഓൻ തന്നെ എന്നതുപോലെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കുഫർ പരാജയപ്പെടാനുള്ള എല്ലാം നബി ഇവിടെ എഴുതി ക്ലിയർ ആക്കിയിട്ടുണ്ട്. അത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടന്നെ പരീക്ഷിച്ചവർ മുഴുവനും വിജയിച്ചിട്ടും ഉണ്ട്. അതാണ് സിദ്ദീഖ്, അതാണ് ഫാറൂഖ്, അതാണ് ഉസ്മാന്, അതാണ് അലി ഇബ്നു അബി താലിബ്. സാധുവായ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്ത് യൂറോപ്പിലെ ജനങ്ങൾ മുസ്ലിങ്ങൾ ജയിക്കണം. യൂറോപ്പിൽ ജയിക്കുക ഉസ്മാൻ ബിൻ അഫ്ഫാൻ. എന്തുകൊണ്ടാണ്? ഉസ്മാനാണ് പച്ച സാധുവ. ഈ പച്ച സാധു പോലും ബില്ലാളി വീരന്റെ സ്ഥാനത്ത് നിൽക്കാനുള്ള കാരണം എന്താണ്? അവരുപയോഗിച്ച കൂട്ട് ആരുടേതാണ്? ലോകം കണ്ട ധീരനായ മുഹമ്മദ് മുസ്തഫാന്റെ കൂട്ടാണ്. അപ്പൊ ഏത് വില്ലാളി വീരന്റെ മുന്നിലും ഏത് സാധുവിനും ഈ കൂട്ടുപയോഗിച്ച് ജയിക്കാം. ലോകം കണ്ട സാധുവാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ആ ഉസ്മാനാണ് യൂറോപ്പിനെ ജയിച്ചത്. എന്തുകൊണ്ട്? അവരുപയോഗിച്ചത് ആരുടെ രേഖയാണ്? റസൂലുള്ളാഹിന്റെ രേഖയാണ്. അതാണ് മുഹമ്മദു മാഹിൽ കുഫ്രി. എല്ലാ കുഫറിനെയും എല്ലാ കാലത്തേക്കും നീക്കം ചെയ്തത് ആരാണ്? റസൂലുള്ളാഹി. പക്ഷെ ആ കൂട്ടി നമ്മൾ ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഹബീബ റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകിയ നേർമാർഗം കൊണ്ട്, ആ നേർമാർഗം റസൂലുള്ളാഹി ഈ ഉമ്മത്തിന് സമർപ്പിച്ചു. ഇന്നും ജയിക്കും ആ നേർമാർഗം നമ്മൾ. പക്ഷെ ആ നേർമാർഗം ഇപ്പം നമുക്ക് വെക്കാൻ പറ്റൂല. കാരണം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാം. നമുക്കെതിരെ ചെയ്തോളാം എന്ന് നമ്മൾ ശത്രുക്കൾക്ക് കരാർ എഴുതി കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ടിപ്പോൾ നമുക്ക് ഈ കുഫറിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാനില്ല. ഒരിട്ടാവട്ടത്തിലുള്ള ഗസയിലെ ആളുകളെ രക്ഷപ്പെടുത്താൻ കോടി മുസ്ലിങ്ങൾക്കും അവരുടെ കയ്യിലുള്ള ലോകത്ത് ആരെക്കാളും സമ്പത്തുള്ള ജനങ്ങളാണ് മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങൾക്കും ആ ഇട്ടാവട്ടത്തിലുള്ള ഗസയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത കൂട്ട് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇനി അതേ കൂട്ടും കൊണ്ടാണ് ഒരാൾ ഇവിടെ വരുന്നുണ്ട്. ആര്? ഇമാം മഹ്ദി. അപ്പോൾ ജയിക്കുകയും ചെയ്യും. കാരണം അത് റസൂലുള്ളാഹിന്റെ കൂട്ടാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ മുമ്പ് പറഞ്ഞൊന്നുമില്ല. അതിൻ്റെ മുമ്പ് നമുക്ക് രാഷ്ട്രീയം ഉണ്ടാക്കാം. എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടി സിന്ദാബാദ് ഫലസ്തീൻ യാദാ സിന്ദാബാദ്. അതിനനുസരിച്ച് വോട്ട് പണം അങ്ങനെ കൂടും. അല്ലാതെ നാട്ടിൽ നന്നാവില്ല. നിങ്ങൾക്ക് വോട്ട് കൂട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ
മുന്നിലെ മാപ്പിള പറയും പോലെ അങ്ങനെ പറഞ്ഞോളേടാ. ആ മുന്നിലെ മാപ്പിള പറയും പോലെ അറിയാണെങ്കിൽ ഉത്തരവാക്കി വിളിച്ചോളി, കോഴിക്കോട്ടും കൊച്ചിയും ഒക്കെ നടന്നോളി, അതിനനുസരിച്ച് നിങ്ങൾക്ക് വോട്ട് കൂടും. അല്ലാതെ ഓൽക്കൊന്നും പറ്റൂല. കാരണം നേതാക്കന്മാരവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെ മരണം വരെ നിങ്ങളെ മൂട്ടിന്ന് എന്തൊക്കെയാണ് വരുന്നത് അതൊക്കെ ഞങ്ങൾ ഏറ്റിക്കോളാം, നിങ്ങൾ കാഷ്ടിക്കണതൊക്കെ ഞങ്ങൾ തിന്നോളാം, ആൾക്കാരെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ആൺകുട്ടീന് വരണം. ആ ആൺകുട്ടി എങ്ങനെയാ വരിക? ബിൽ ഹദീ, അള്ളാഹിൻ്റെ ഹബീബിന് അള്ളാഹു കൊടുത്ത അതേ ഹദിയും കൊണ്ടാണ് ആ ആൺകുട്ടി വരിക. ആര്? ഇമാമുൽ മഹദി. അപ്പം എല്ലാം നേരെയാവും ചെയ്യും. മനസ്സിലായില്ലേ? അള്ളാഹു നന്നാക്കി തരട്ടെ. മുഹമ്മദ് മാഹിൽ, അതാണ് ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥമല്ലാതെ കാഫറിനൊക്കെ വിട്ടുക എന്നല്ല. ആ കാഫറിനെ വെട്ടാൻ വേണ്ടി റസൂൽ വന്നിട്ടില്ല, റസൂൽ അതൊന്നും ചെയ്തിട്ടില്ല. റസൂൽ കുഫറിനെതിരെ ഷിർക്കിനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ 100% സത്യങ്ങളാണ്. അത് ഈ മന്ദബുദ്ധികളായ ചില മൂല്യന്മാർക്ക് മനസ്സിലായില്ല എന്നേ ഉള്ളൂ. അള്ളാഹിൻ്റെ ഹബീബ് തോയാനെതിരെ യുദ്ധം ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷിർക്ക് വലിയ തെറ്റല്ലേ 100%. അതിൽ പക്ഷെ മനുഷ്യൻ്റെ ഹുറാണ്. അതിന് ആയുധം കൊണ്ട് ഷിർക്കിൽ നിന്ന് ജനങ്ങളെ നീക്കണമെന്ന പരിപാടിയൊന്നുമില്ല. എൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാളെ പോലും നബി അങ്ങനെ ചെയ്തിട്ടുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം. റസൂൽ അതിൻ്റെ വഴി ഉണ്ടാക്കി കൊടുത്തു. ഇനി ചിന്തിക്കേണ്ടത് മനുഷ്യരാണ്. മുഹമ്മദ് മാഹിൽ കുഫ്രി, കുഫറിനെ നീക്കം ചെയ്ത ആളാണ് മുഹമ്മദ് മുസ്തഫ ബിൽ ഹദി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ നേർമാർഗം കൊണ്ടാണ് കുഫറിനെ നീക്കം ചെയ്തത്. മുഖ്ലിസൻ, തൻ്റെ കർമ്മത്തിൽ ഏറ്റവും ആത്മാർത്ഥത പുലർത്തിയവനായ നിലയിൽ. ആത്മാർത്ഥമില്ലാത്തൊരു കാര്യം റസൂൽ ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ യോഗ്യത ആത്മാർത്ഥത. എന്തിലും ആത്മാർത്ഥമില്ലാത്തൊരു കാര്യം ചെയ്യരുത്, ആടരുത്. ഒരു ദ്വാർക്കണമെങ്കിൽ വേറുള്ള ദ്വാർക്കുമ്പോൾ ഇങ്ങനെ കൂട്ടുമായിട്ട് പിന്നാലെ കുത്തിരിക്കണ്ട, എവിടുന്ന് നീറ്റ് വയ്ക്കളാം. കൈ പൊന്തിക്കാണെങ്കിൽ എന്ത് വേണം? ഖിലാസ് വേണം. ഇല്ലെങ്കിൽ റബ്ബിനെ നിസാരപ്പെടുത്തി. മനസ്സിലാവണ്ടേ പറഞ്ഞത്? റബ്ബിനോട് ഇഖ്ലാസ് ഇല്ലാതെ ചോദിക്കരുത്. ഇഖ്ലാസ് എനിക്ക് 2 റക്അത്ത് നിസ്കരിച്ചപ്പോൾ ഫാത്തിഹേൻ്റെ അപ്പുറം സൂറത്തും കൂടി ഓതിയാൽ എനിക്ക് റാഹത്ത് കിട്ടുന്നില്ലേ? സൂറത്ത് ഓതൻ്റെ അങ്ങായി എന്ത് ഓതിയാൽ മതി? ഫാത്തിഹ ഓതി റുക്കോയും സുജൂദും ചെയ്ത് 2 റക്അത്ത് നിസ്കാരം വീട്ടിക്കോ. അതിൻ്റെ ഉള്ളിൽ ഇഖ്ലാസ് ഉണ്ടാവുമെങ്കിൽ കുറച്ചും കൂടി നീട്ടിയാൽ നിനക്ക് ഇഖ്ലാസ് കിട്ടൂല. ഒരു മടിമൊഴിച്ചലും കോട്ടപോയും വരുമെങ്കിൽ എനിക്ക് നല്ലത് അവിടെ എന്ത് ചെല്ലാതിരിക്കലാണ്? സൂറത്ത് ഓതണ്ടേ ചെയ്യും. സൂറത്ത് അല്ലാഹു ഫർളാക്കിയിട്ടില്ല. അതേസമയത്ത് എന്ത് ഫർളാക്കിയിട്ടുണ്ട്? ഇഖ്ലാസ്. പടടാ, എന്ത് ഫർളാക്കിയിട്ടുണ്ട്? ഇഖ്ലാസ് ഫർളാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ യുഖ്ലിഫാ വ യുഖീമുസ് സ്വലാഹ വ യുഅ്തുസ് സക്കാ വദാലിക ദീനുൽ ഖയ്യിമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഇഖ്ലാസോട് കൂടിയുള്ള കർമ്മമല്ലാതെ നിർബന്ധാക്കിയിട്ടില്ല. എന്തിന് ഇഖ്ലാസ് വേണം? ഫർള് നിസ്കാരത്തിൽ തന്നെ ഫർള് നിസ്കാരമാണ്. ശരി, ഒരു മടി, ഒരു വിഷമം, റാഹത്തില്ലായ്മ, അങ്ങനെ മനുഷ്യന് വരാമല്ലോ ചില നേരത്ത്. എന്നാൽ വെറുതെ ഇതൊന്ന് കഴിഞ്ഞിട്ടെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യരുത്. ഒരു അമൽ ചെയ്യുമ്പോൾ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഒരു അമൽ ചെയ്യുമ്പോൾ ചെയ്യാനുള്ള അമലിലേക്ക് നോക്കരുത്. ചെയ്ത് കഴിഞ്ഞ നിഅമത്തിൽ അതിൽ സന്തോഷിച്ചു. മനസ്സിലായില്ല? നമുക്കിപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എനിക്ക് 1000 വട്ടം ചെല്ലണമെങ്കിൽ 1 കഴിഞ്ഞപ്പോൾ 2 കയറിയതിൽ സന്തോഷിക്കുക. എന്ത് കഴിഞ്ഞല്ലോ, 1 ചെയ്തല്ലോ എന്ന സന്തോഷം. എനിക്ക് 998 കിടക്കാനുണ്ടല്ലോ എന്ന് നോക്കരുത്. അപ്പം മടി ഉണ്ടാവും. തിരിഞ്ഞിട്ടില്ല, ഇതിൽ ഉന്മേഷം ഉണ്ടാവും. ആ 2 ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ 3ലേക്ക് കയറിയാൽ 2ൽ സന്തോഷമായി. അതേസമയത്ത് 997 ഞാൻ ആലോചിക്കരുത്. 997ലേക്ക് നോക്കിയാൽ എനിക്ക് എന്തുണ്ടാവും? പറയാ മോനെ, 900 എനിക്ക് 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലണം. അതിൽ 3ാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിൽക്കുമ്പോൾ എനിക്ക് എത്ര എണ്ണം കയ്യാണ്? 3 എണ്ണം. ഇനി എത്ര ഉണ്ട്? 997ലേക്ക് നോക്കണ്ട, 3ലേക്ക് നോക്കിക്കോ. അൽഹംദുലില്ലാ, 3 എണ്ണം ഇപ്പോൾ ഏതായാലും ചെല്ലുമല്ലോ, അതിൻ്റെ കൂലി കിട്ടുമല്ലോ. അപ്പം 1 കൂടി പൂതിയാവും. ഞാൻ കൂലി 4 ആക്കട്ടെ.
അപ്പം എനിക്ക് 999 കഴിഞ്ഞാലും വിഷമം ഉണ്ടാവില്ല. കാരണം ഓരോന്ന് കഴിയുന്നതനുസരിച്ച് ഈ കയ്യിനിലേക്കാണ് നോക്കുന്നത്, അതെനിക്ക് സന്തോഷം ഉണ്ടാക്കും. വരാനുള്ളതിലേക്ക് നോക്കിയാൽ നിനക്ക് മടി ഉണ്ടാക്കും. അങ്ങനെ അതെ 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 അതെ. ഇനി എത്ര കയറാണ്ട് നോക്കരുത്, അപ്പോൾ ഊണു. അതെന്തും അങ്ങനെയാണ്. ഒരു പാമ്പീര് കയറി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ 1 കഴിഞ്ഞല്ലോ, 2 കഴിഞ്ഞല്ലോ. അതേ സമയത്ത് ഇനി 10 മേലുണ്ട്, അതിലേക്ക് നോക്കിയാൽ കുഞ്ഞോളൂ, തളരും. എപ്പോഴും എടുത്ത പണിയിലേക്ക് നോക്കാൻ പാടുള്ളൂ, എന്തിലേക്ക് നോക്കരുത്, എടുക്കാളേക്ക് നോക്കരുത്. മനസ്സിലാണ്ടത്? അതൊരു അതിൻ്റെ സൈക്കോളജിയാണ്. അൽഹംദുലില്ലാ, നമുക്ക് നാഫിയായ തരട്ടെ. അപ്പോൾ തന്നെ പേടിക്കണ്ട. മുഖ്ലിസൻ ഇഖ്ലാസ് വേണം. ഇഖ്ലാസിനൊരു ഉദാഹരണം പറഞ്ഞാണ് ഞാൻ. ഇഖ്ലാസ്, മടി ഉണ്ടാക്കരുത്. എവിടെ മടി വന്നാൽ അവിടെ എടുക്കണം. ഞാനൊരു യാത്ര പോയി മദ്രാസിലേക്ക്. ഡ്രൈവർ നമുക്ക് കൃത്യമായി പോയി കൃത്യമായി വരണം. അതേസമയത്ത് ഡ്രൈവർ 2 മണിയായപ്പോൾ ഡ്രൈവർ പറഞ്ഞു എനിക്കൊരു മണിക്കൂർ കിടക്കണം. ആയിക്കോട്ടെ, 1 മണിക്കൂർ അവന് കിടക്കണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തേണ്ട, റബ്ബിൻ്റെ തഖ്ദീറിൽ ഉണ്ടാവില്ല. അതേ സമയത്ത് കിടക്കാനൊന്നും പറ്റില്ല. നമ്മൾ പറഞ്ഞാൽ ഇതേ വണ്ടിയും കൊണ്ട് അപകടത്തിൽ ചാടിക്കും. മനസ്സിലാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അവനോട് പറയേണ്ടത് 1:30 കടന്നു, ഉറക്കം വന്നോട്ടണ്ട, 1:30 കടന്നു, ഞങ്ങളിവിടെ വെറുതെ തീർക്കാം. അതല്ലേ ഇപ്പോൾ അവിടെ പറയാം, അതല്ലേ അവിടെ നല്ലത്. ആയിക്കോട്ടെ, നമ്മൾ സുബഹിസ്കരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സുബഹിസ്കരിക്കാൻ എത്തണില്ല. വയ്യിലും പള്ളി ഉണ്ടല്ലോ, നമുക്ക് അവിടെ നിസ്കരിക്കാം. നമ്മളൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ നേരം വൈകിട്ടേ അവിടെ എത്തണുള്ളൂ. ആയിക്കോട്ടെ, എന്നാലും എന്തില്ല, ആ 1.5 മണിക്കൂർ കടന്നിറങ്ങി എണീറ്റ് പുറത്തിറങ്ങിയാൽ ചായയും കുടിച്ചപ്പോൾ ഓന് ഭയങ്കര ഉന്മേഷമായി അടിച്ചുവിട്ടു. പിന്നെ നമ്മൾ 2 മണിക്കൂർ നേരം വൈകുമെന്ന് വിചാരിച്ചാൽ 2 മണിക്കൂർ നേരം വൈകിയില്ല, ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എത്തി. ഇതെന്തുകൊണ്ട്? ഈ ഉറക്കം തീർന്നപ്പോനുണ്ടായ ഉന്മേഷമാണ് പിന്നെ അടിച്ച് ചവിട്ടാൻ കഴിഞ്ഞത്. അല്ലേ? അങ്ങനെയല്ലേ? ഒരു പണി മടിയോടുകൂടി എടുക്കരുത്, ഇഖ്ലാസോടുകൂടി എടുക്കണം. എന്ത് പണിയും ഇഖ്ലാസുമാണ്. ഇഖ്ലാസ് ഇല്ലാതെ ഒന്നും ചെയ്യരുത്. ഹബീബ റസൂലുള്ളാഹിന്റെ പ്രത്യേകത മുഖ്ലിസാണ്, ഇഖ്ലാസുള്ളവനായ നിലയിൽ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദു മാഹിൽ കുഫരി ബിൽ ഹദി മുഖ്ലിസാ ഇഖ്ലാസോട് കൂടിയവനായ നിലയിൽ മുഫീദുൽ ജദാ വൽ മുന്തഖൽ മുതറബ്ബിസാ. മുഫീദുൽ ജദാ, തനിക്ക് അള്ളാഹു തന്ന ആ സമ്മാനത്തെ എല്ലാവർക്കും ഫലം വെപ്പിച്ച നിലയിലും ഇഖ്ലാസുള്ളവനായ നിലയിലും തനിക്ക് ജദാ മുഫീദുൽ ജദാ അള്ളാഹു നൽകിയ സമ്മാനം എല്ലാവർക്കും ഫലം വെപ്പിച്ചവനായ നിലയിൽ പരമാവധി അത് ജനങ്ങൾക്ക് ആ ഫലം കിട്ടണമെന്ന് കരുതിയിട്ടാണ് റസൂലുള്ളാഹി ഇഖ്ലാസ് കാണിച്ചത്. എനിക്കിത്രേ കഴിയുള്ളൂ എന്ന് നബി പറഞ്ഞിട്ടില്ല. ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് കൂടുതൽ കിട്ടട്ടെ എന്ന നിലക്ക് മടിയില്ലാതെ നബി പ്രവർത്തിച്ചിട്ടുണ്ട്. മുഖ്ലിസായ നിലയിലും പിന്നെന്താ നിലയിലും മുഫീദൽ ജദാ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തനിക്ക് നൽകിയ ആ സമ്മാനത്തെ എല്ലാവർക്കും ഫലം വെപ്പിച്ച നിലയിലും അതിൻ്റെ ഫലം എല്ലാവർക്കും എത്തണമെന്നും പുണ്യ റസൂൽ ആഗ്രഹിച്ച നിലയിലും മുഫീദുൽ ജദാ അൽ ജദാ സമ്മാനം, അല്ലാഹു തനിക്ക് നൽകിയ സമ്മാനം പരമാവധി മാലോകർക്ക് എത്തിക്കണം, അതിൻ്റെ ഫലം എത്തണമെന്നും നബി ഉദ്ദേശിച്ച നിലയിൽ വൽ മുന്തഖ എന്തിനും തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന നിലയിലും അൽ മുതറബ്ബിസ അല്ലാഹുവിനെ പ്രതീക്ഷിച്ചവനായ നിലയിലും മുതറബ്ബിസ് പ്രതീക്ഷിച്ചവൻ. അല്ലാഹു തനിക്ക് ദുനിയാവിൽ അല്ലാഹു തനിക്ക് സഹായം നൽകുമെന്നും ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് വേണ്ടതെല്ലാം നൽകുമെന്നും പ്രതീക്ഷിച്ചവനായ നിലയിൽ മുതറബ്ബിസ്. എന്ത് പണിയെടുക്കുമ്പോഴും ആരുടെ സഹായത്തെ പ്രതീക്ഷിക്കണം? അല്ലാഹു. അതാണ് മുതറബ്ബിസ്, പ്രതീക്ഷിച്ചവനായ നില. എന്തിനെ പ്രതീക്ഷിച്ചു? ഏത് തിന്മയെയും നീക്കം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എൻ്റെ വലിപ്പത്തിനല്ല വിചാരിക്കുന്നത്, ആരുടെ സഹായം ഉണ്ടാകും? അല്ലാഹ്. അല്ലാഹുവിന്റെ സഹായത്തെ പ്രതീക്ഷിച്ചവനായ നിലയിലും. അപ്പോൾ ഒന്നുകൂടി അർത്ഥം നോക്കി. മുഹമ്മദു മാഹിൽ കുഫരി ബിൽ ഹദി മുഖ്ലിസാ
ഫീദൽ ജദാവൽ മുന്തഖിൽ മുതറബ്ബിസാ ഫീദൽ ജദാ ആ സമ്മാനം മറ്റുള്ളവർക്ക് ഫലം വെപ്പിച്ച നിലയിലും വൽ മുന്തഖ തിരഞ്ഞെടുക്കപ്പെട്ടവനായ നിലയിലും അൽ മുതറബ്ബിസ അല്ലാഹു നൽകിയ സഹായത്തെ അല്ലാഹുവിൻ്റെ സഹായത്തെ പ്രതീക്ഷിച്ചവനായ നിലയിലും സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇമാമുൻ ആതാലിൽ അംബിയാ മുതഖദ്ദിമാ വഅമ്മാമ നഫഅൻ ലിൽ ബരിയത്തി മുഖ്ലിസാ. ഇമാമുൻ പുണ്യ റസൂൽ ഇമാമാണ്. അതാ ആ എല്ലാവർക്കും ഇമാമാണ് മുഹമ്മദ് മുസ്തഫ. അതാ ആ ഇമാമ് വന്നു ലിൽ അംബിയ അംബിയാക്കൾക്കെല്ലാം മുതഖദ്ദിമൻ മുന്നിട്ടവനായ നിലയിൽ മുന്നിട്ട് വന്നു. ആ പ്രകാശമാണ് ആദ്യം വന്നത്. ആ പ്രകാശത്തിൽ നിന്നാണ് അവർക്കെല്ലാം കിട്ടിയത്. അപ്പോൾ എല്ലാവരുടെയും ഇമാം എപ്പോഴും ആദ്യം വരണമല്ലോ. ഇമാമ ബാക്കിലല്ലല്ലോ നിൽക്കേണ്ടത്. അപ്പോൾ റസൂള്ള ആദ്യം തന്നെ റസൂള്ള വന്നത്. അതായത് റസൂള്ളാന്റെ പ്രകാശം വന്നിട്ടേ ആദം നബി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആദം നബിയും പിൻപറ്റിയത് എന്തിനെയാണ്? റസൂള്ളാടെ പ്രകാശത്തെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുൻ പുണ്യ റസൂൽ ഇമാമാണ്. ലിൽ അംബിയ അംബിയാക്കൾ അതാ ആ പുണ്യ റസൂൽ വന്നു ലിൽ അംബിയ അംബിയാക്കൾക്കെല്ലാം മുതഖദ്ദിമൻ മുന്നിട്ടവനായ നിലയിൽ വന്നു. ആദ്യ റസൂള്ള വന്നു. ഇത് ആ റസൂള്ളാന്റെ വെളിച്ചത്തെയാണ് എല്ലാ അംബിയാക്കളും പിൻപറ്റിയത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഉപകാരത്തെ വ്യാപകമാക്കി ലിൽ ബരിയത്തി സകല സൃഷ്ടികൾക്കും മുഖ്ലിസൻ അതെല്ലാ സൃഷ്ടികൾക്കും എത്തണം എന്ന കാര്യത്തിൽ ഇഖ്ലാസുള്ളവനായ നിലയിൽ പുണ്യ റസൂൽ അമ്മമ വ്യാപിപ്പിച്ചു നഫഅൻ ഉപകാരത്തെ ആർക്കെല്ലാം ലിൽ ബരിയത്തി സൃഷ്ടിജാലങ്ങൾക്കെല്ലാം അല്ലാഹു റസൂൽ ഉപകാരത്തെ വ്യാപിപ്പിച്ചു. മുഖ്ലിസൻ അതെല്ലാവർക്കും എത്തണമെന്ന് റസൂലാക്കി ഇഖ്ലാസുള്ളവനായ നിലയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഫസിറുൻ സറാഫിൽ കായിനാതി മുഹമ്മിമാ വബിൽ ഇസ്സി വത്തംജീദി കാന മുഖസ്സസാ. ഫസിറുൻ ഈ ആ പുണ്യ റസൂൽ അള്ളാഹുവിൻ്റെ രഹസ്യമാണ്. സറാ ആ രഹസ്യം സഞ്ചരിച്ചു ഫിൽ കായിനാത്തി സൃഷ്ടികളിലെല്ലാം നടന്ന അള്ളാഹുവിൻ്റെ രഹസ്യമാണ്. ആര്? മുഹമ്മദ് തൊടാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുമില്ല. കാരണം റഹ്മത്തല്ലേ, റഹ്മത്ത് തൊടാത്ത ഒന്നും ഉണ്ടാവില്ല. എന്തിലും റഹ്മത്ത് തൊട്ടിട്ടുണ്ടാവും. ഇബ്ലീസിലും റഹ്മത്ത് തൊടും. കാരണം ഓൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? റഹ്മത്തുകൊണ്ടല്ലേ. ഓൻ ജീവിക്കണം എന്തുകൊണ്ടാണ്? റഹ്മത്തുകൊണ്ടല്ലേ. റഹ്മത്ത് ആരാണ് ദാനം? മുഹമ്മദ് മുസ്തഫ. അത് രഹസ്യമാണ്. ഫസിറൂൻ ഇത് രഹസ്യമാണ്. മുഹമ്മദ് എന്നാണ് രഹസ്യമാണ്. സറാ ആ രഹസ്യം സഞ്ചരിച്ചു ഫിൽ കായിനാത്തി സൃഷ്ടിജാലങ്ങളിലെല്ലാം സഞ്ചരിച്ച രഹസ്യമാണ് മുഹമ്മദ്. അതെങ്ങനെയാണ്? അത് നമുക്കറിഞ്ഞാൽ പിന്നെ രഹസ്യമില്ലല്ലോ. ആ രഹസ്യം എന്താണ് മൗലിയരെ? എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ അതെന്തല്ല രഹസ്യമല്ലല്ലോ. അതോ രഹസ്യം നമുക്കറിയില്ല. പക്ഷെ എല്ലാത്തിലും ആദ്യം നടന്നിട്ടുണ്ട്. റസൂലുള്ള എല്ലാത്തിലുണ്ട്. എല്ലാത്തിലും റസൂലുള്ള. അതെ 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 അതൊക്കെ നടക്കും. എന്തുകൊണ്ട്? മനുഷ്യന് ബോധമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു ചുക്കും വരില്ല. ഒന്നും സംഭവിക്കൂല. ഒന്നും സംഭവിക്കൂല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പേടിക്കണ്ട. ഒരിക്കലും പൊളിക്കാൻ കഴിയാത്ത രണ്ടാളാണ് അല്ലാഹു റസൂലും. അവരെ നമ്മൾ വിശ്വസിച്ച് പിന്നെന്താ? അതാണ് സിദ്ദീഖിൻ്റെ ഈമാനും. റസൂലുള്ള വഫാത്തായി എന്ന് കേട്ടപ്പോൾ എല്ലാവരും അന്തം വിട്ടുപോയി. സിദ്ദീഖ് മാത്രം അന്തം വിട്ടില്ല. അതാണ് ഈമാൻ. ഈ ലോകത്തുള്ള ഈമാൻ. എന്നാൽ ഏറ്റവും സ്നേഹമുള്ള ആളാരാണ്? സിദ്ദീഖ്. എന്നിട്ട് കരഞ്ഞില്ല. എല്ലാവരും അന്തം വിട്ട് കരഞ്ഞപ്പം എല്ലാവരും വിളിച്ചോട്ടി പറഞ്ഞു മൻകാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദ് എന്ന ആൾ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരാധിച്ച ആളെ തകർക്കണം, മരിച്ചു, കഴിഞ്ഞു. മൻകാന യഅ്ബുദു മുഹമ്മദൻ വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്. അല്ലാഹനെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ മരിക്കൂല. ഇത് മരിക്കുന്ന ആളാണ്. മരിച്ചല്ലോ,
കഴിഞ്ഞു. നിങ്ങൾ മുഹമ്മദിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിച്ചെങ്കിൽ നിങ്ങൾ ആരാധിച്ച ആളെന്തായി? മരിച്ചു കഴിഞ്ഞു. ഞാൻ അള്ളാഹിനെ ആരാധിച്ചെങ്കിൽ എന്തിനു പിടിക്കണം? ഓ മരിക്കൂലല്ലോ. അതാണ് ഈമാൻ. മനസ്സിലാണ്? അതാണ് ഈമാൻ. ഈമാൻ എന്നാണ് കുറേ നിറയിലില്ല. അത് ചേക്കുട്ടി പാപ്പ കൂടിയാലും കാര്യം. ചേക്കുട്ടി പാപ്പ പെണ്ണുങ്ങളെ തടി കൂടും. അപ്പോൾ ഒരു കാര്യം തന്നെ ചെയ്യും. ഇപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഇഖ്ലാസാണ്. ഇഖ്ലാസല്ല, ചേക്കുട്ടി പാപ്പ കൂടിയതാണ്. മനസ്സിലായില്ല? ചേക്കുട്ടി പാപ്പ മലബാറിലുള്ള നാടൻ ചീത്താനാണ് ആര്? ചേക്കുട്ടി പാപ്പ. അശ്ശൈത്താനുൽ അഹ്ലിയും ഫീ മലബാർ, മലബാറിലെ ഒരു നാടൻ ചീത്താനാണ് ചേക്കുട്ടി പാപ്പ. ചേക്കുട്ടി പാപ്പ ഒരാൾക്ക് കൂടിയാൽ രണ്ടവസ്ഥയാണ്. ചിരിക്കണോ ചിരിച്ചുകൊണ്ടേയിരിക്കും, കരിണോ കരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ കരിണോ ഇഖ്ലാസല്ല, ചിരിക്കണ നരകമല്ല, കരിണ സ്വർഗമല്ല. എല്ലാവരും കരിഞ്ഞു, ശ്രദ്ധിക്കരിഞ്ഞില്ല. ഞാൻ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം? അറിയാലോ, ഇത് മരിച്ചു. كان يعبد محمدا فإن محمدا قد مات ومن كان يعبد الله فإنه حي لا يموت. മുഹമ്മദിനെ ആരെങ്കിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരാധിച്ച ആളിതാ മരിച്ചു കിടക്കണം, കഴിഞ്ഞു നിങ്ങളാണ്. വമൻ കാന യഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കുന്നവർ വന്നോളി. ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്ത്, ഒരിക്കലും അവൻ മരിക്കൂല. അല്ലാഹുവിനെ ആരാധിച്ചോ, ഇതൊക്കെ മരിക്കണ മനുഷ്യന്മാരാണ്, അവരൊന്നും ആരാധിക്കണ്ട. അതാണ് ഈമാൻ. അതിനാണ് ആ കുട്ടി അറിയാം. അല്ലാതെ അപ്പഴും കുത്തുന്ന എല്ലാവരും കരിയുമ്പോൾ സിദ്ദീഖും കുത്തുന്ന കരിഞ്ഞ പിന്നെ ഇതിനെന്ത് വഴിയുള്ളത്? ഇറങ്ങിപ്പോണ പെണ്ണും കരിയാണ്, ബാപ്പിയും കരിയാണ്, ഉമ്മയും കരിയാണ്, പുതുക്കക്കാരും ഓലും കരിയാണ്, ചോറ് വെക്കണവരും ഒക്കെ കരിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കരിയണവർ ഉരുളാന്നല്ലാതെ എന്ത് വേലയുള്ളത്? നാലാളെങ്കിലും കരിയാതെക്കണ്ടേ? അപ്പോഴല്ലേ രസമുള്ളൂ. മനസ്സിലായില്ലേ? സിദ്ദീഖ് കരിഞ്ഞില്ല, കരിയൂല്ല. അതാണ് ലോകത്തുള്ള ഒരു ഈമാനില്ല ഒരു തട്ടിലും. സിദ്ദീഖിൻ്റെ ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ സിദ്ദീഖിൻ്റെ ഈമാനാണ് കനം എന്ന് ഹബീബ നബി പറഞ്ഞത്. ഈ ഒരു അവസരോചിതമുള്ള കഴിവാണ്. അത് അള്ളാഹിൻ്റെ തൗഫീഖാണ്. അത് അള്ളാഹു തൗഫീഖ് ചെയ്ത മനുഷ്യനാണ് സയ്യിദുനാ സിദ്ദീഖ്. ഈ ഉമ്മത്തിൻ്റെ നേതാവ് സയ്യിദുനാ സിദ്ദീഖ്. അള്ളാഹു അവർക്ക് വലിയ ദറജ ഏറ്റി കൊടുക്കട്ടെ. അവരൊക്കെ ബർക്കത്തുണ്ട് അള്ളാഹു ദുനിയാവിലും നാളാഖിറത്തിലും. സിദ്ദീഖുൽ അക്ബറിൻ്റെ മഹത്വം കൊണ്ടും അവരെ മകളായ ആയിഷത്ത് സിദ്ദീഖയ്യ റളിയല്ലാഹു അൻഹയുടെ മഹത്വം കൊണ്ടും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പം നോക്ക്, പിന്നെ അള്ളാന്റെ ഹബീബ് രഹസ്യമാണ്. സറ, ആ രഹസ്യം സഞ്ചരിച്ചു ഫിൽ കായിനാത്തി, സൃഷ്ടിജാലങ്ങളിലെല്ലാം. മുഅമ്മിമൻ, എല്ലാ സൃഷ്ടികളെയും വ്യാപിപ്പിച്ച നിലയിൽ എല്ലാ സൃഷ്ടികളും ആ രഹസ്യം സഞ്ചരിച്ചിട്ടുണ്ട്. യോഗ്യത കൊണ്ടും തംജീദി, മഹത്വപ്പെടുത്തൽ കൊണ്ടും കാന, മുഹമ്മദ് എന്ന ആൾ ആയിട്ടുണ്ട്. മുഖസ്സസൻ, പ്രത്യേകമാക്കപ്പെട്ട ആളായിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്സത്ത് ആർക്കാണ്? റസൂലുള്ളാഹിക്കാണ്. റസൂലുള്ളാഹിന്റെ ഒപ്പം കൂടിയൊരുക്കുകയാണ്. അതുകൊണ്ട് ആരെ കൂടിക്കോ, ആരൊപ്പം കൂടിക്കോ. കാരണം ഇസ്സ് കൊണ്ട് മുഖസ്സസ റസൂലുള്ളാഹിയാണ്. യോഗ്യത കൊണ്ടും മഹത്വപ്പെടുത്തൽ കൊണ്ടും കാനാ നബി ആയിട്ടുണ്ട്. മുഖസ്സസൻ, പ്രത്യേകമാക്കപ്പെട്ട ആളായിട്ടുണ്ട്. അപ്പൊ ഇസ്സത്ത് അല്ലാഹു തആല കൊടുത്തത് ആർക്കാണ്? വലില്ലാഹിൽ ഇസ്സത്തു. എങ്ങനെയായത്? വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനാണ് യോഗ്യത, പിന്നെ റസൂലിനാണ് യോഗ്യത. അള്ളാഹുവിന്റെ റസൂലിന് പിന്നാലെ കൂടി അവർക്ക് യോഗ്യത. അപ്പൊ അള്ളാഹു ഇസ്സത്ത് ഉള്ളവനാ. റസൂലുള്ളാഹിക്ക് അള്ളാഹു ഇസ്സത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഇസ്സത്ത് കിട്ടണമെങ്കിൽ ആരെ പിന്നാലെ കൂടിക്കോ? റസൂലുള്ളാഹിന്റെ പിന്നാലെ കൂടിക്കോ. കൊണ്ടും മഹത്വപ്പെടുത്തൽ കൊണ്ടും കാന നബി ആയിട്ടുണ്ട്. മുഖസ്സസൻ, പ്രത്യേകമാക്കപ്പെട്ട വ്യക്തിയായിട്ടുണ്ട്, പുണ്യ റസൂൽ. അപ്പൊ ഇസ്സത്ത് വലില്ലാഹിൽ ഇസ്സത്തു വലില്ലാഹി, അല്ലാഹുവിന് മാത്രമാണ് അൽ ഇസ്സത്തു ഇസ്സത്ത്. വലി റസൂലിഹി, റസൂലിന് മാത്രമാണ്. വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിനെയും റസൂലിനെയും
വിശ്വസിച്ചവർക്കും മാത്രമാണ്. ഇവിടെ എന്ത് നടന്നാലും നമ്മൾ ഇസ്സത്തുള്ളവരാവും. കഅബ പൊളിച്ചു, അതിന് എനിക്കെന്താ? കഅബ പൊളിച്ചു, എനിക്കെന്താ? പൊളിക്കൂലേ? പൊളിക്കും, അതും പൊളിക്കും. അതുകൊണ്ട് നിൻ്റെ ഇസ്സത്തിന് നഷ്ടമില്ല. ഈ വിശ്വസിച്ചത് ആരെയാണ്? അള്ളാഹുവിനെയും റസൂലിനെയും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടയാളങ്ങളാണ്. ആ അടയാളങ്ങൾ ഇല്ലാതെയാക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടാവും. അതിന് മോശക്കാരൻ ഞാനായതുകൊണ്ടാണ്. അതേ സമയത്ത് അതിന് മഹാന്മാരതിൻ്റെ ഉത്തരവാദിത്തത്തിലായപ്പോൾ ബഹുമാനപ്പെട്ട പരിശുദ്ധ കഅബാലയത്തിന് വെള്ളം വന്നിട്ട് എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട ഹിജ്ർ എന്താ പറയുക, മഖാം ഇബ്രാഹിം സ്ഥാപിച്ചതിൽ നിന്ന് ഒരൽപ്പം ദൂരത്തേക്ക് മഖാം ഇബ്രാഹിം എന്ന കല്ല് നീങ്ങിപ്പോയി. എന്ത് കാരണം? മലവെള്ളം വന്നു. ഈ വിവരം മദീനയിലെത്തിയപ്പോൾ മദീനയിൽ നിന്ന് ധൃതിയിൽ ഓടി വന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. കാരണം എന്തുകൊണ്ട്? അത് അവിടെ സ്ഥാപിച്ചത് ആരാണ്? റസൂലുള്ളാഹി സ്ഥാപിച്ചെന്ന് ഊരിയാണുള്ള വ്യത്യാസം. അക്കാലത്തെ സ്വഹാബികളെ മുഴുവനും കൂട്ടി കയറ് കെട്ടി അളവ് കൃത്യപ്പെടുത്തി അവിടെ തന്നെ സ്ഥാപിച്ചു. ഇന്നിപ്പോൾ സ്ഥാപിച്ച ആ കടസ്ഥലത്ത് അത് സ്ഥാപിച്ചത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബാണ്. നേരത്തെ അത് നീങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ത് വന്നപ്പോൾ? മഴവെള്ളം വന്നപ്പോൾ നീങ്ങി. അവിടുന്ന് പിന്നെ അവിടെ തന്നെ സ്ഥാപിച്ചു. കാരണം അതൊരു അളവിലൊരു, അത് കഅബാലയത്തിന് പുറത്തുള്ളൊരു കല്ലാണ്. പക്ഷെ ആ കല്ലിന് പോലും ഒരു സ്ഥാനചലനം നടത്താൻ ഉമർ ഇബ്നുൽ ഖത്താബ് സമ്മതിച്ചില്ല. എന്തുകൊണ്ട് സമ്മതിച്ചില്ല? അതാരെ തുടരുന്ന ആളാണ്? റസൂലുള്ളാഹിനെ തുടരുന്ന ആളാണ്. അപ്പം ഈ സാധനങ്ങളൊക്കെ ഇന്ന് നാളെ പൊളിച്ച് കളയുകയാണെങ്കിൽ അതിന് കാരണക്കാർ ആ കാലത്ത് ജീവിക്കുന്ന വ്യക്തികളാണ്. അല്ലാതെ അള്ളാഹു റസൂലിന് ഒന്നും പറ്റൂല. ഇതോടെ അതാത് കാലത്ത് ഭംഗിയായി നടത്തേണ്ടത് അതാത് കാലത്തെ മുസ്ലിമീങ്ങൾ ഉത്തരവാദിത്തമാണ്. ഇതൊക്കെ കല്ലും മണ്ണുമാണ്. അതൊക്കെ നീങ്ങിയാലും ഒന്നുമില്ല. അതിന്മേലുള്ള വിശ്വാസത്തിനൊരു കമ്മിയും വരൂല. പിന്നെ എങ്ങനെയാണ് നഷ്ടം വരിക? അക്കാലത്തെ മുസ്ലിമീങ്ങൾ അയോഗ്യരാകുമ്പോൾ അത് സ്ഥാനചലനം സംഭവിക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്? ചിന്തിക്ക്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊന്നിനും പറ്റാത്തവരായിപ്പോയതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ടൊന്നും മുഅ്മിനീങ്ങൾക്കൊന്നുമില്ല. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇതൊക്കെ പൊളിച്ച് കല്ലടക്കം കളയും എന്നും പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നേരത്തെ അറിയുന്ന നമുക്ക് അതും ഒരു മുഅ്ജിസത്തല്ലേ? ലോകാവസാനത്തിന് മുമ്പ് കഅബാലയം പൊളിച്ചിട്ടില്ലെങ്കിൽ, എന്നിട്ട് അതിൻ്റെ കല്ല് വലിച്ചെറിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ ആരാ തോൽക്കുക? റസൂലല്ലേ തോൽക്കുക? അപ്പൊ കഅബാലയത്തിനെ പൊളിച്ചിട്ട് അതിൻ്റെ കല്ല് വലിച്ചെറിഞ്ഞാൽ അവിടെ ജയിച്ചത് ആരെന്നെയാണ്? പറയാൻ മോനെ റസൂലാണ്. കാരണം ഇത് ലോകാവസാനത്തിന് മുമ്പ് അതിനെ പൊളിച്ചിട്ട് അതിൻ്റെ കല്ല് വലിച്ചെറിയുന്ന മുത്തുനബി പറഞ്ഞില്ലേ? അപ്പൊ അത് നടക്കൽ ആവശ്യമാണല്ലോ. പറയും, മനസ്സിലാണ്ട് പറയും. ഇതന്നെ നിങ്ങൾ പേടിക്കണ്ട. അവിടെ റസൂലിനെ ജയിച്ച് മുഅ്മിനീങ്ങൾക്ക് അപ്പോൾ ഇസ്സത്തിൽ നിൽക്കുക. ഇതൊക്കെ ഞങ്ങളെ നബി അന്നേ പറഞ്ഞതാണ്. ഇത് നമ്മൾ വിചാരാണ്. നിങ്ങൾ ഇഷ്ടം പോലെ എണ്ണത്തിലുണ്ടാവും. നിങ്ങൾ മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന മാലിന്യങ്ങളെ പോലെ ആയിരിക്കുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മാലിന്യം പോലെ ആയിരിക്കും. അപ്പൊ ഇന്ന് നമ്മളൊരു മാലിന്യം പോലെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ജയിച്ചത് ആരെന്നെയാ? റസൂൽ തന്നെയാണ്. നമ്മൾ ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലത്തെ ഒന്നാം നമ്പർ മുഅ്മിനീങ്ങളായി ജീവിച്ച് അങ്ങനെയാണ് മരിച്ചിരുന്നെങ്കിൽ എന്നിട്ടിപ്പോൾ അങ്ങനെയൊക്കെ നബി പറഞ്ഞിട്ട് ഇവിടെ എന്തിനാ നടന്നത്? മേസറിൽ നമ്മൾ അബൂബക്കറും കുഞ്ഞാപ്പും അവറാനും ഒക്കെ കണ്ടുമുട്ടിയപ്പോൾ പിന്നെ ചോദിച്ചു, അല്ല കഅബാനെ പൊളിച്ചില്ല. പിന്നെ പെട്ടെന്ന് ഒരു ഇടിവെട്ടുമാരി വന്ന് ഖിയാമത്ത് ഉണ്ടായത്. അവൻ നബീനെ പറഞ്ഞു, ഇവനും കൂടി ഒന്നും നടന്നിട്ടില്ലേ? ഏതായാലും ഇപ്പം ഞാൻ മേസറിൽ എത്തില്ല. ഇനിയിപ്പോൾ ആരോടും പറയണ്ട. നമുക്ക് ഇങ്ങനെയാണ് മെല്ലെ ഉള്ളിൽ കയറി നോക്കാം. അപ്പം നബി പറഞ്ഞത് മുഴുവൻ ഇവിടെ നടക്കണം. അവിടെ ഇസ്സത്ത് ആർക്കാണ്? റസൂലുള്ളാഹിക്കന്നെ. അത് വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കും. ഇന്നിപ്പോൾ ഒരാൾ പറയാണെടാ നിങ്ങൾ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ആയില്ലേ എന്ന് വേറൊരു അന്യ നിരീശ്വരവാദി പറയുമ്പോൾ ഞമ്മക്കവിടെ പറയാം. എന്ത് പറയാം? അരക്കായ്ക്ക് പറ്റാത്തവരല്ലേ നിങ്ങളെ സമുദായം എന്ന് പറഞ്ഞാൽ ഞമ്മക്കവിടെ ഇസ്സത്തിൽ കോളർ പൊന്തിച്ച് പറയാം. എന്ത് ഇങ്ങനൊരു കാലം വരുമെന്നും ഞങ്ങളെ നബി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞമ്മളെ കോളറ പൊന്തിച്ച് ഇത് സത്യല്ലേ? പറയും.
ഇങ്ങനെ ഒരു കാലം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇസ്ലാമൊക്കെ ഉഷാറായി പോകുക. എല്ലാവരും ഇസ്ലാമിന് കീഴൊതുങ്ങിയിട്ട് ഇങ്ങനെ റൊണാൾഡ് ട്രംപ് അടക്കം ഇസ്ലാമിന് കുമ്പിട്ട് നടക്കുകയാണെങ്കിൽ നിരീശ്വരവാദിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ ലോകാവസാനമൊക്കെ അടുത്തല്ലോ. എന്നിട്ടിപ്പോൾ നിങ്ങൾ നബി പറഞ്ഞു നടന്നില്ലല്ലോ പറഞ്ഞാൽ അപ്പം നമുക്ക് എന്ത് പറയേണ്ടി വരും? ചിലതൊന്നും നബി പറഞ്ഞത് നടക്കൂല, ഇത് പുറത്ത് പറയേണ്ട അങ്ങനെ പറയണ്ട. അപ്പം ഇതൊക്കെ നടക്കണം. അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞൊക്കെ നടക്കണം. അവിടെ ഇസ്സത്താർക്ക് തന്നെ വലില്ല. അതാണ് തംജീദ് എന്ന് പറഞ്ഞാൽ തഅ്ലീം. ഇസ്സത്ത് കൊണ്ടും മഹത്വപ്പെടുത്തൽ കൊണ്ടും കാന നബി ആയിട്ടുണ്ട്, മുഖസ്സസൻ പ്രത്യേകമാക്കപ്പെട്ട ആളായിട്ടുണ്ട് റസൂൽ. هو الشمس إلا أنه أم نوره هو الغيث إنا أنه الدهر قلصا. هو നബി എന്നാൽ അശംസ് സൂര്യനാണ്. എങ്കിലും സൂര്യനാണെങ്കിലും സൂര്യനല്ല, സൂര്യനാണെങ്കിലും സൂര്യനല്ല. എന്തുകൊണ്ട്? ഇല്ല അന്നഹു എങ്കിലും നബി അമ്മ നൂറുഹു നബിയുടെ പ്രകാശം ഒന്നടങ്കം വ്യാപകമാണ്. ഓ അപ്പം ആരല്ല? സൂര്യനല്ല. കാരണം സൂര്യൻ ഭൂമിയുടെ ഒരു ഭാഗത്തിൻ്റെ മുകളിൽ മാത്രമേ പ്രകാശം ഉണ്ടാവുള്ളൂ. അപ്പം നബി സൂര്യനാണ് പറഞ്ഞാൽ എന്ത് പറയാ? സൂര്യനാണെങ്കിലും ആരല്ല? സൂര്യനല്ല. കാരണം സൂര്യൻ അങ്ങനെ അത്ര ആവൂല. ഭൂമിയുടെ ഒരു പ്രതലം മാത്രം വെളിച്ചം കൊടുക്കാനേ ആർക്ക് കഴിയുള്ളൂ. ഇല്ല അന്നഹു അമ്മനൂറുഹു റസൂലുള്ളാഹിന്റെ പ്രകാശം എല്ലാത്തിലും വ്യാപിച്ചു കിടക്കാണ്. അപ്പൊ നബിയെ പറ്റി എന്തും പറയാൻ പറ്റൂല, സൂര്യൻ പറയാൻ പറ്റൂല. സൂര്യന്റെ അപ്പുറത്താണ്, പിന്നെ പറയാൻ പറ്റിയ കോളം വേറെ ഇല്ലേനും. മനസ്സിലായില്ലേ? പറഞ്ഞ് ചിന്തിക്ക്. അതായത് മദ്ഹ് പറഞ്ഞിട്ട് പ്രശംസ പറഞ്ഞിട്ട് വിമർശനം പറയുക, അതിനുള്ളിലൂടെ പ്രശംസ കണ്ടെത്തുക. ഇതിനാണ് എന്ത് പറയുക? അൽ മദ്ഹു യുഷ്ബിഹുൽ സമ്മ. ഒരു പ്രശംസ പറഞ്ഞിട്ട് പിന്നെ പ്രശംസ ഇല്ലായ്മ പറയുക, അതിൻ്റെ ഇടയിൽ പ്രശംസ ഉണ്ടാക്കുക. ഇതാണത്. ഹുവശംസു നബി എന്നാൽ പ്രകാശമാണ്. ഇല്ല അന്നഹു അമ്മ നൂറുഹു എന്നിട്ട് സൂര്യനെ തള്ളുക. നബി എന്നാൽ സൂര്യനാണ്. എന്നിട്ട് പറയാ എന്ത്? എങ്കിലും നബിയുടെ പ്രകാശം അമ്മമ എല്ലാത്തിലും വ്യാപിച്ചതാണ്. അതായത് ആരല്ല? സൂര്യനല്ല. സൂര്യന്റെ പ്രകാശം ഒരു ഗോളത്തിന്റെ ഒരു പ്രതലത്തിൽ മാത്രമേ വ്യാപിക്കുള്ളൂ. അപ്പോൾ ആരെന്ന് പറയാൻ പറ്റൂല, നബി സൂര്യൻ എന്ന് പറയാൻ പറ്റൂല. പിന്നെ നബിയെ പറ്റി പറയാനുള്ള വേറൊരു പേരോട്ട് ഇല്ലേ? എന്താ പറയുക? هو الغيث هو الشمس إلا أنه عم نوره هو الغيث إلا أنه الدهر قلصا. هو الغيث നബി എന്നാൽ മഴയാണ്. ഇല്ലാന്നെങ്കിൽ ആ മഴ അദ്ദഹറ എല്ലാ കാലവും ഖല്ലസ വെള്ളം ഉയർത്തിയതാണ്. അതായത് ആവശ്യമായ വെള്ളം എല്ലായിടത്തും എപ്പോഴും കൊടുക്കുന്ന മഴയാണ് നബി. അപ്പൊ നബി ആരും അല്ല, മഴയല്ല. കാരണം മഴക്ക് ഒരു നാട്ടിൽ കൊടുത്താൽ ഒരു നാട്ടിൽ കൊടുക്കാൻ കഴിയൂല. ഈ ഭൂഗോളം മുഴുവൻ ഒരേ സമയത്ത് മഴ പെയ്യൽക്കാലം വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ തന്നെയല്ലേ പറയും? ഇവിടെ മഴയാണെങ്കിൽ ദുബായിൽ മഴയില്ല, ദുബായിൽ മഴയാണെങ്കിൽ ഇവിടെ മഴയില്ല. അപ്പോ നബിയെ മഴ എന്ന് പറയാൻ പറ്റില്ല. മഴയോട് നബിയെ ഉപമിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം? ഒരു നാട്ടിലുണ്ടായ ഒരു നാട്ടിൽ ഉണ്ടാവില്ല. ഇത് നബിയെ അവിടുത്തെ ആ വെള്ളം, ആ തണുപ്പുള്ള ആ വെള്ളത്തിന്റെ തണുപ്പ് ഈ ഭൂഗോളത്തിലും അതിന്റെ പുറത്തും എല്ലാവരിലും വ്യാപിപ്പിച്ച ആളാണ് ഈ നബി. അപ്പൊ നബിയെ പറ്റി എന്ത് പറയാനും പറ്റൂല, മഴ എന്ന് പറയാൻ പറ്റൂല. നബി എന്നാൽ മഴയാണ്. ഉപകാരപ്രദമായ മഴക്കാണ് വയസ്സ് എന്ന് പറയാ. മത്തറും വയസ്സും വ്യത്യാസമുണ്ട്. മത്തർ എന്നാൽ ഉപകാരം ഉള്ളതിനും മത്തർ എന്ന് പറയും, ഉപകാരമില്ലാത്തതിനും മത്തർ എന്ന് പറയും. അതേ സമയത്ത് വയസ്സ് അങ്ങനെയല്ല. വയസ്സ് ഉപകാരമുള്ള മഴക്ക് മാത്രമാണ് വയസ്സ് എന്നറിയാം. പെരുമ്പള്ളം അങ്ങോട്ട് ഭൂമി ആകെ അങ്ങോട്ട് മഴ പെയ്ത അതിന് വയസ്സ് അറിയില്ല, അതിന് മാത്രം എന്നറിയാം. 2018 ആകെ വെള്ളം മൂടി, അതിനെന്താ പറയുക? മത്തർ എന്നറിയാം, വയസ്സ് അറിയില്ല. ആവശ്യത്തിന് പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് പറയാ? വയസ്സ്. فأمطرنا عليهم مطرا فساء مطر المنذرين. فأمطرنا عليهم مطرا
ഫറോവയുടെയും അവൻ്റെ ആളുകളെയും മേൽ നാം മഴ വർഷിപ്പിച്ചു. അതേത് മാത്രമാണ്? ശിക്ഷ. മൂലയിന്മേൽ മുങ്ങി. മനസ്സിലായി പറഞ്ഞത്? വയസ്സ് എന്നാൽ ഉപകാരപ്രദമായ ആവശ്യാനുസാരത്തിനുള്ള വെള്ളത്തിനാണ് എന്ത് പറയാ? മാത്രം. അതാണ് വയസ്സ്. നബി എന്നാൽ മഴയാണ്. എങ്കിലും ആ മഴ കല്ലസ എല്ലാ കാലവും ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ മഴയാണ് റസൂലുള്ളാഹി. സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു സ്വലാത്തൻ തുറഖീന ഇലാ മാ തഖസ്സസ. അലൈഹി നബിയുടെ മേലുണ്ടാകട്ടെ സ്വലാത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സ്വലാത്ത്, സുമ്മ സലാം, അല്ലാഹുവിന്റെ സലാം, സ്വലാത്തൻ ഒരു സ്വലാത്തായിട്ട് തുറഖീന, ആ സ്വലാത്ത് നമ്മെ ഉയർത്തും, ഇലാ മാ തഖസ്സസ, നമ്മൾ പ്രത്യേകമാവുന്ന അവസ്ഥയിലേക്ക്, അള്ളാഹിന്റെ ഒരു പ്രത്യേകക്കാരനാവുന്ന അവസ്ഥയിലേക്ക് സ്വലാത്ത് നമ്മെ ഉയർത്തും. അങ്ങനത്തെ ഒരു സ്വലാത്ത് അല്ലാഹു റസൂലുള്ളാഹിക്ക് നൽകട്ടെ. ആ സ്വലാത്ത് ചൊല്ലിയവനെ പ്രത്യേകക്കാരൻ എന്ന അവസ്ഥയിലേക്ക് അള്ളാഹു ഉയർത്തും. സ്വലാത്തൻ തുറഖീന, സ്വലാത്തൻ ഒരു സ്വലാത്ത് തുറഖീന, ആ സ്വലാത്ത് നമ്മെ ഉയർത്തും, ഇലാ മാ തഖസ്സസ, ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് ഉയർത്തും. അതേതും അള്ളാഹിന്റെ മുഖസ്സസാവും, അള്ളാഹിന്റെ പ്രത്യേകക്കാരനാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നെ 5 വരി ഒന്നുകൂടി ചൊല്ലി ബാക്കി അടുത്ത ക്ലാസ്. മുഹമ്മദ് മാഹിൽ കുഫരി ബിൽഹദി മുഖ്ലിസാ മുഫീദുൽ ജദാ വൽ മുന്തഖൽ മുതറബ്ബിസാ إمام أتى للأنبياء متقدما وعما منفعا للبريات مخلصا فسر سرى في الكائنات معمما وبالعز والتمجيد كان مخصصا والشمس إلا أنه عم نوره والغيث إلا أنه الدهر قلصا عليه صلاة ثم سلامه صلاة ترقينا إلى ما تخصصا. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار. يا عزيز يا غفور.